കൊല്ലവർഷം എന്ന് കേൾക്കുമ്പോൾ ഒട്ടൊരു സംശയം നമുക്കുണ്ടായേക്കാം. കൊല്ലം എന്നതിനും വർഷം എന്ന് തന്നെയാണല്ലോ അർത്ഥം. എന്നാലും പേരിൽ 2 തവണ കൊല്ലം അഥവാ വർഷം ഉള്ള ഈ ഒരു അത്ഭുത കലണ്ടർ 13-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളതാണ് 2024 ഓഗസ്റ്റ് 17 എന്നുള്ള ദിനത്തെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാക്കുന്നത്. 1200-ാം പിറന്നാൾ പിന്നിടുകയാണ് ഈ കലണ്ടറിന്. ഇതിനു പിന്നിലെ കുറച്ച് കഥകളാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ. തീയതികൾ പറയുവാൻ ഇംഗ്ലീഷ് കലണ്ടർ ഉപയോഗിക്കുമെങ്കിലും പ്രധാന കാര്യങ്ങളിലെല്ലാം നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്നത് സ്വന്തം കലണ്ടറാണ്. മുഹൂർത്തം, പിറന്നാൾ, ഉത്സവം, മരണം, മതപരമായ മറ്റു കാര്യങ്ങൾ ഇവയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന ഈ കലണ്ടറിൽ ഒളിച്ചു വച്ചിട്ടുള്ളത് ഒട്ടേറെ അത്ഭുതാവഹങ്ങളായ കണക്കുകളാണ്. ലോകത്തിലെ കലണ്ടറുകൾ സൗര ചന്ദ്ര മാസങ്ങളെ ആസ്പദമാക്കി 2 രീതിയാണ് പിന്തുടരുന്നത്. സൗരവും ചാന്ദ്രവും സംയോജിക്കുന്ന കലണ്ടറാണ് മലയാളിയുടെ സ്വന്തം കൊല്ലവർഷ കലണ്ടർ. അന്വേഷിച്ചാൽ സൗരവർഷ കലണ്ടറും ചന്ദ്രവർഷ കലണ്ടറും ധാരാളമായി ലഭിക്കുമെങ്കിലും സൗര ചാന്ദ്ര സമന്വയമായ കലണ്ടർ ഒരുപക്ഷെ ലഭിക്കാനിടയില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി കാലഗണനാ രീതികൾ ഉണ്ടായിട്ടുണ്ട്. പ്രകൃതിയിലെ മാറ്റം നോക്കി കാലം അനുമാനിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആദ്യമുണ്ടായ കാലഗണനാ രീതി BC 76 നിലവിൽ വന്ന സപ്തർഷി വർഷമായിരുന്നു. BC 65 മുതലുള്ള വിക്രമവർഷം, AD 78 തുടങ്ങിയ ശകവർഷം, AD 320 മുതലുള്ള ഗുപ്തവർഷം, AD 606 ഉണ്ടായ ഹർഷവർഷം എന്നിവയ്ക്കൊപ്പം AD 825 ഉണ്ടായ കൊല്ലവർഷവും നമുക്ക് കലണ്ടറിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ്. ശകവർഷ കലണ്ടർ ഭാരതത്തിൻ്റെ ഔദ്യോഗിക കലണ്ടറാണെങ്കിൽ കൊല്ലവർഷം മലയാളികളുടെ സ്വന്തം കലണ്ടറാണ്. സൗര കലണ്ടറിലേതുപോലുള്ള 12 മാസവും അതുപോലെ തന്നെ ആഴ്ചയിലെ 7 ദിവസവും തന്നെയാണ് കൊല്ലവർഷ കലണ്ടറിലും അനുവർത്തിച്ചിരിക്കുന്നത്. ഓരോ മാസത്തിനും സൂര്യൻ സഞ്ചരിക്കുന്ന രാശികളുടെ അതേ പേരാണ് നൽകിയിരിക്കുന്നത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കടകം എന്നിങ്ങനെയാണ് മാസങ്ങളുടെ പേരുകൾ. ദിവസങ്ങളെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെയും വിഭജിച്ചിരിക്കുന്നു. ഓരോ മാസത്തിനും ദൈർഘ്യം വ്യത്യാസപ്പെടാറുണ്ട്. ചാന്ദ്രമാസ കലണ്ടറിൽ 28 ദിവസവും സൗരമാസ കലണ്ടറിൽ 31 ദിവസവും കണക്കാക്കുമ്പോൾ കൊല്ലവർഷ കലണ്ടറിന് 28 മുതൽ 32 ദിവസം വരെ ദൈർഘ്യം വരാറുണ്ട്. ആദ്യകാലത്ത് മേടം 1 ആയിരുന്നു പുതുവർഷമെങ്കിലും പിന്നീടത് ചിങ്ങത്തിലേക്ക് മാറ്റപ്പെട്ടു. ദിവസങ്ങളെ 27 നക്ഷത്രങ്ങളുമായും ഞാറ്റുവേലയുമായുമെല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന പ്രത്യേകത ഈ കലണ്ടറിൻ്റേത് മാത്രമാണ്. വേണാട്ടരചനായ രാജശേഖരവർമ്മയാണ് ഈ കലണ്ടർ തുടങ്ങിയതെന്ന വിശ്വാസമുണ്ട്. AD 825 ആഗസ്റ്റ് 25-നാണ് കൊല്ലവർഷം കണക്കുകൂട്ടി തുടങ്ങിയത്. കേരളത്തിലെ പല രാജാക്കന്മാരുടെയും രാജശാസനങ്ങളിൽ കൊല്ലവർഷ തീയതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സമീപസ്ഥങ്ങളായ ചില പ്രദേശങ്ങളിൽ, ഉദാഹരണമായി ശ്രീലങ്ക, മധുര, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ പോലും കൊല്ലവർഷ കലണ്ടർ ആചരിച്ചിരുന്നു എന്നതും വളരെ വിസ്മയാവഹമായി തോന്നിയേക്കാം. വേണാട്ട് രാജ്യത്തെ ശ്രീവല്ലഭൻ കോതയുടെ മാമ്പിള്ളി ശാസനമാണത്രേ കൊല്ലവർഷം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ രേഖ. കൊല്ലവർഷം 149 ആണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. കൊല്ലം നഗരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കലണ്ടർ തുടങ്ങിയത് എന്നൊരു വാദമുണ്ട്. ശ്രീ ശങ്കരാചാര്യർ ശങ്കരസ്മൃതി രചിച്ചതുമായി ബന്ധപ്പെട്ടാണ് കൊല്ലവർഷം ഉത്ഭവിച്ചത് എന്ന് കേരളോൽപ്പത്തിയിൽ ഒരു വാദമുണ്ട്. ചേരമാൻ പെരുമാൾ പന്തലായനി കൊല്ലത്ത് വച്ച് രാജ്യം പങ്കിട്ടതിൻ്റെ സ്മരണാർത്ഥം
കൊല്ലവർഷം തുടങ്ങിയതായി കാൻഡർ വിഷർ എന്ന ചരിത്രകാരൻ വാദിക്കുന്നു. കേരളീയ ചരിത്രകാരനായ ശങ്കുണ്ണി മേനോന്റെ അഭിപ്രായത്തിൽ AD 825 ആഗസ്റ്റ് 15 തിരുവിതാംകൂർ രാജാവ് ഉദയമാർത്താണ്ഡവർമ്മ കൊല്ലത്ത് ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി പുതിയ സംവത്സരം ആരംഭിച്ചു എന്ന് പറയുന്നു. തെക്ക് കുരക്കേണി കൊല്ലം, വടക്ക് പന്തലായനി കൊല്ലം എന്നീ പട്ടണങ്ങൾ സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ആരംഭിച്ച പുതിയ വർഷമാണ് ഇത് എന്നൊരു വാദവും നിലവിലുണ്ട്. ക്രിസ്ത്യാനികൾ AD 825 കൊല്ലത്ത് താമസം തുടങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായി ആണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്ന വേറിട്ടൊരു വാദവും നിലവിലുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നാലും കാശ്മീരിൽ നിലനിന്നിരുന്ന സപ്തർഷി വർഷത്തിൽ നിന്നാണ് കൊല്ലവർഷത്തിൻ്റെ ആരംഭം എന്നതിനാണ് കൂടുതൽ സ്വീകാര്യത. ഓരോ 100 വർഷം കഴിയുമ്പോഴും 1 എന്നെണ്ണി തുടങ്ങുന്ന രീതിയാണത് അവലംബിച്ചിരുന്നതെങ്കിലും കാലാന്തരത്തിൽ വർഷത്തെ തുടർച്ചയായി എണ്ണുന്ന രീതി കൊല്ലവർഷത്തിൽ തുടങ്ങി. കൊല്ലവർഷ കലണ്ടർ ഗണിച്ചെടുക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമേറിയ കലിസംഖ്യ കൂടി പറഞ്ഞുകൊണ്ട് ഈ വിവരണം അവസാനിപ്പിക്കുകയാണ്. ഓർത്തുവയ്ക്കുക, 18,72,074 ആണ് 13-ാം നൂറ്റാണ്ട് പിറവിയിലെ കലിസംഖ്യ. പുതു നൂറ്റാണ്ടാശംസ നേരുന്നു.